മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ നിർമ്മാണ വീഴ്ച സ്ഥിരീകരിച്ചു കേന്ദ്ര സർക്കാർ. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KNR കൺസ്ട്രക്ഷൻസിനെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഡീബാർ ചെയ്തു. സ്ഥലം സന്ദർശിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും കേന്ദ്രം വിലക്കേർപ്പെടുത്തി. കൂരിയാട് സന്ദർശിച്ച വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത്. റോഡ് നിർമ്മാണത്തിന് മുൻപ് ഭൂമി ബലപ്പെടുത്തുന്നതിൽ കരാർ കമ്പനി അശ്രദ്ധ കാണിച്ചുവെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. കരാറുകാരുടെ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. ജോലിയിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. നടപടി സ്വാഗതം ചെയ്യുന്നതായി നാട്ടുകാരുടെ പ്രതികരണം. നമുക്ക് പറയാനുള്ളത് തന്നെയാണ് സന്തോഷമുള്ള ഒരു കാര്യം. കാരണം നാട്ടുകാർ ഇത് തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയൊരു വർക്ക് പ്രദേശത്തിന്റെ പൾസ് അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കില്ല. ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ഡീബാർ. കാരണം വെറുതെ ഡീബാർ ചെയ്യില്ലല്ലോ ഒരു കമ്പനിയെ. ഡീബാർ ചെയ്ത് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും ദിവസം ഇത് തുടങ്ങി അന്ന് മുതൽ, ഇപ്പോൾ ഒരു ദുരന്തം വന്നപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നതെങ്കിലും ഇത് തുടങ്ങി അന്ന് മുതലേ നമ്മൾ ഇവരായിട്ട് നിരന്തരം ഈ KNRC ഫൈറ്റ് ചെയ്യാം. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ സ്ഥിതിയും സംഘം പരിശോധിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസ് അറിയിച്ചു. പഠനത്തിന് ശേഷം കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. രാജ്യമെമ്പാടും 8700 കിലോമീറ്റർ ഹൈവേ നിർമ്മിച്ചെന്ന് പറയുന്ന തെലങ്കാനയിലെ കമ്പനിയായ KNRC കൂരിയാട് റോഡ് ഇടിഞ്ഞതിന്റെ കാരണം വിശദീകരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 2 റീച്ചിലായി 77 കിലോമീറ്റർ പാത ഇവർ നിർമ്മിക്കുന്നുണ്ട്. രൂപകൽപ്പനയും മാനദണ്ഡവും നിശ്ചയിച്ചത് ദേശീയപാത അതോറിറ്റിയാണ്. മിക്കയിടങ്ങളിലും ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ചായിരുന്നു രൂപകൽപ്പന നടത്തിയതെന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.